ഹാൻസ് ആൻഡേഴ്സന്റെ എംബ്രേസ് ന്യൂ ക്ലോത്ത്സ് എന്ന സ്റ്റോറി നമുക്ക് എല്ലാവർക്കും വളരെ ചിരപരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ ഇതിവൃത്തവും നമുക്ക് അറിയാവുന്നതാണ്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ സ്റ്റോറിയിൽ ഒരു കുട്ടിയാണ് മെയിൻ ആയിട്ട് ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. ഇവിടെ എംബ്രർക്ക് അല്ലെങ്കിൽ ഈ രാജാവിന് ഒരു പുതിയ വസ്ത്രം കൊടുക്കാനായിട്ട് രണ്ട് തുന്നൽക്കാർ ആദ്യമായിട്ട് ആ രാജ്യത്തേക്ക് കടന്നു വരികയാണ്. അവർ അവകാശപ്പെടുന്നത് രാജാവിന് ആരും കൊടുക്കാത്ത ഒരു പ്രത്യേക വസ്ത്രം, അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ഇവർ രാജാവിന് ധരിക്കാൻ കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വസ്ത്രം തയ്ക്കുമ്പോഴും അത് ഉണ്ടാക്കുമ്പോഴും ഒക്കെ അവര് പറ്റിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വസ്ത്രം തീരെ കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർ വസ്ത്രം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നു ഇതൊരു പ്രത്യേകതരം ഇൻവിസിബിൾ വസ്ത്രമാണെന്ന് പറഞ്ഞ് ആ ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ രാജാവിന് കാണിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് വസ്ത്രമില്ല. എന്നിട്ട് രാജാവ് തന്റെ വസ്ത്രമെല്ലാം ഊരി ഇവർ കൊടുത്ത ആ ഒരു ഇൻവിസിബിൾ കാണപ്പെടാത്ത വസ്ത്രം ഇട്ട് തന്നെ കണ്ണാടിയിൽ നോക്കി ഒരു മിഥ്യാധാരണയിൽ, നഗ്നനായ താൻ ഒരു മിഥ്യാധാരണയിൽ, തനിക്ക് വസ്ത്രമുണ്ട് എന്നുള്ള വിദ്യാധാരണയിൽ ഈ ഒരു പുതിയ വസ്ത്രമിട്ട് തന്റെ ജനങ്ങളെ അഭിവാദനം ചെയ്ത് നഗരവീഥികളിലൂടെ പ്രദക്ഷിണം വെച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത്, അയ്യേ, രാജാവ് വസ്ത്രമൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ അറിയാം, അവിടെ വളരെയധികം ജനങ്ങളുണ്ട്, ആളുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും അറിയാം രാജാവ് വസ്ത്രം ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ ഈ കൊച്ചുകുട്ടിയാണ് ഇത് വിളിച്ചു പറയുന്നത്. അപ്പൊ നമുക്ക് പല ടൈലന്റുകൾ ഈ ഒരു കഥയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്നുകിൽ രാജാവ് വസ്ത്രം കൊടുത്ത ആളുകളെ, തുന്നൽക്കാരെ പിടിച്ചു കെട്ടി അവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ആ കൊച്ചുകുട്ടിയെ അഭിനന്ദിക്കുന്നതായിട്ടോ, അങ്ങനെ പല വിധത്തിലുള്ള ടൈലന്റുകൾ നമുക്ക് വേണമെങ്കിൽ ഈ കഥയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ കഥയുടെ വേറൊരു വേർഷനിലൂടെയാണ്. അത് നമ്മുടെ തന്നെ ലൈഫിലേക്ക് ഉൾ ചൂണ്ടുന്ന ഒരു വസ്തുതയിലേക്കാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ രാജാവ്? ഈ രാജാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഇൻ ദ സെൻസ്, ഈ രാജാവ് എന്ന് പറയുന്നത് ദ സെൽഫ്, ദ പേഴ്സൺ, ദ ഐ, ആ ഒരു വ്യക്തിയാണ് ഇവിടെ രാജാവ് എന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് ഇവിടെ രാജാവ്. ആരാണ് ചൈൽഡ്? ചൈൽഡ് എന്ന് പറയുന്നത് സെൽഫ് അനാലിസിസ് ആണ്. എന്തുകൊണ്ടാണ് രാജാവിനെ സെൽഫായും ഈ കുട്ടിയെ സെൽഫ് അനാലിസിസുമായി കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ഇണചേർത്ത് പറയുന്നത്? അപ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ രാജാവ് സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പല രീതിയിൽ നമ്മളെ കുറിച്ചുള്ള ചിന്താഗതികൾ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുകയും ആ ചിന്താഗതികളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസുകൾ നമുക്ക് പല പല സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ എക്സ്പീരിയൻസുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ശരിയാണെന്നുള്ള ധാരണയിൽ നമ്മൾ ഡെയിലി ജീവിതത്തിൽ ആക്ട് ചെയ്യുന്നു. ഇൻ സം സെൻസ് വി ആർ ലിവിങ് അവർ പാസ്റ്റ് and we are these instructions which are given. അപ്പൊ ഈ തയ്യൽക്കാർ എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ആണ്, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകളാണ്. അപ്പൊ ഈ തയ്യൽക്കാർ പറഞ്ഞു തന്ന ചില ധാരണ വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് പലപ്പോഴും നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ നമ്മളെ മാറി നിന്ന് കുറ്റം പറയുകയോ കളിയാക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. മുതിർന്നത് കൊണ്ട് തന്നെ ആളുകൾ ചിലപ്പോൾ നമ്മളെ നേരിട്ട് കളിയാക്കാതെ മാറി നിന്ന് കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മളെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്യുകയുള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പോ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു രാജാവിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുക? ഈ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുക. ഈ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കണമെങ്കിൽ സെൽഫ് അനാലിസിസ് എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു വരണം. എ ലുക്ക് വിതിൻ നമ്മുടെ തന്നെ ഉള്ളറകളിലേക്ക് കടന്നിറങ്ങുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ്. അവിടെ ചെന്നം ഭിന്നമായി കിടക്കുന്ന നമ്മുടെ ചില അനുഭവങ്ങളിലേക്ക്, ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങളിലേക്ക് വെളിച്ചം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് അനാലിസിസ് എന്ന കുട്ടി ചെയ്യുന്നത്, ഈ കൊച്ചു നിഷ്കളങ്കനായ കുട്ടി ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ എക്സ്പീരിയൻസുകളിലേക്ക് വെളിച്ചം വിതറുകയാണ്. അതുവഴി നമ്മൾ തിരിച്ചറിയുക
തിരിച്ചറിയുകയാണ് നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്ത് ഒരു നല്ല ടൈലന്റിനോട് കൂടി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന സ്റ്റോറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതിനാൽ നമുക്ക് ഡെയിലി സെൽഫ് അനാലിസിസിലൂടെ ഈ സെൽഫ് അനാലിസിസ് എന്ന ഈ കുട്ടിയുടെ സഹായത്തോടെ നമ്മുടെ സെൽഫ് എന്ന രാജാവിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കൂടുതൽ ഉൾവെളിച്ചങ്ങൾ കിട്ടി, നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് കൂടുതൽ ഉൾവെളിച്ചങ്ങൾ കിട്ടി, നമ്മുടെ ഡെയിലി ലൈഫിനെ കൂടുതൽ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും വെളിച്ചമായി തീരുന്ന ഒരു ലൈഫിലേക്ക് കടന്നു വരാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.